ഗൈസ്, ബിഗ് ബോസ് ഈസ് കമ്മിങ് ബാക്ക്. അതെ, ബിഗ് ബോസ് തിരിച്ചു വരികയാണ്. ഏഷ്യനത്തെ ഒരു വലിയ സിഗ്നൽ തന്നിട്ടുണ്ട്. 2 ദിവസം മുന്നേ നമ്മുടെ ബിഗ് ബോസിന്റെ ഒരു പ്രൊമോ വീഡിയോ, നമ്മുടെ ലാലേട്ടൻ ഫീച്ചർ ചെയ്യുന്ന ഒരു കിടിലൻ പ്രൊമോ വീഡിയോ എന്നൊന്നും അതിനെ പറയാൻ പറ്റത്തില്ല. കാരണം അതൊരു ട്രെയിലർ പോലെ ആയിരിക്കുന്ന, ഒരു സിനിമയുടെ ട്രെയിലർ പോലെ ഇരിക്കുന്ന ഒരു കിടിലൻ പ്രൊമോ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ആൻഡ് ആ വീഡിയോയിൽ ലാലേട്ടൻ പറയുന്നു, ബിഗ് ബോസ് ഹൗസിൽ ഭരണം തുടങ്ങുകയാണ്, വിച്ച് മീൻസ് ബിഗ് ബോസ് ഈസ് കമ്മിങ് ഹോം. അതെ, ബിഗ് ബോസ് ഇതാ വരാൻ പോവുകയാണ്. ആൻഡ് നമുക്കറിയാം, ഇപ്പോ അടുത്ത മാസം ഓണമൊക്കെ വരുന്നുണ്ട്. അത് മാത്രമല്ല, നമുക്ക് കുറച്ച് അൺഒഫീഷ്യൽ ആയിട്ട് കുറച്ച് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് അതിന്റെയൊക്കെ ബേസിസിൽ നമുക്ക് അറിയാൻ പറ്റിയിട്ടുള്ളത് ഓഗസ്റ്റ് 1 അല്ലെങ്കിൽ 2 വീക്കിൽ തന്നെ ബിഗ് ബോസ് ലോഞ്ച് ചെയ്യുന്നതാണ്. കാരണം നമുക്കറിയാം, ഓണം എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ സ്വന്തം ഫെസ്റ്റിവലാണ്. ആൻഡ് ബിഗ് ബോസിനകത്ത് ഭയങ്കര കളർഫുൾ ആയിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. അപ്പൊ തീർച്ചയായിട്ടും ഓണത്തിന് മുന്നേ തന്നെ ബിഗ് ബോസ് കാണും. ആൻഡ് ഓണത്തിന് മുന്നേ ബിഗ് ബോസ് വരികയാണെങ്കിൽ പെട്ടെന്ന് ഓണത്തിന് 2-3 ദിവസം മുന്നേ എന്തായാലും ബിഗ് ബോസ് തുടങ്ങാൻ പറ്റത്തില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ആൾക്കാരൊക്കെ വരണം, അവർക്ക് തമ്മിലൊന്ന് അടുക്കണം, അടിയുണ്ടാക്കണം, പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം, അവർ നല്ല സ്നേഹത്തിലാവണം, അവരുടെ ഒരു കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആണ്. അപ്പൊ അതിന് എന്തായാലും ആവശ്യം പോലെ സമയം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തായാലും തീർച്ചയായിട്ടും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ടൈമിംഗ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 1 വീക്ക് തന്നെ ആയിരിക്കും. ഇപ്പൊ ഓഗസ്റ്റ് 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക്, മാക്സിമം പോയ 2 വീക്ക്, എന്തായാലും 2 വീക്കിന് മുന്നേ തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതിൽ യാതൊരു സംശയമില്ല. അപ്പോ ബിഗ് ബോസ് സീസണില് ഈ പറയുന്ന സീസൺ 8 ഇപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്, എന്തൊക്കെയാണ് ഇതിനകത്ത് ഡിഫറന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. കാരണം ഇത്തവണ എന്ന് പറയുന്നത് ഇന്ന് വരെ ഒരു ബിഗ് ബോസ് സീസണിൽ, അതായത് ബിഗ് ബോസ് 1 മുതൽ 7 വരെയുള്ള ഒറ്റ സീസണിൽ നടക്കാത്ത ഒരു പരിപാടിയാണ് ഈ സീസൺ 8 നടക്കുന്നത്. കാരണം ഇത്തവണത്തെ കോമണർ എൻട്രിക്ക് വേണ്ടിയിട്ട് അവർ നടത്തുന്ന ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ കഴിഞ്ഞ സീസൺ 7 വരെ എങ്ങനെയാണ് ഈ കോമണർ എൻട്രി നടത്തിക്കൊണ്ടിരുന്നത് വെച്ച് കഴിഞ്ഞാൽ, മൈജിയുടെ പേജിനകത്ത്, അതായത് മൈജിയുടെ ഒരു ഇന്റർഫേസ് വഴി നമുക്കൊരു വീഡിയോ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ബിഗ് ബോസിന്റെ ആൾക്കാർക്ക് മൈജി സ്പോൺസർ ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കും. നമ്മുടെ ഈ പറയുന്ന സ്കിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മളെ പരിചയപ്പെടുന്ന, ബേസിക്കലി നമ്മുടെ ഒരു പേഴ്സണാലിറ്റി അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നമ്മൾ അവിടെ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ പറ്റിയ ഒരു ഹൗസ് മെറ്റീരിയൽ ആണോ എന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കും. ആൻഡ് മേ ബി അവർ 1-2 ആൾക്കാരെ വിളിച്ചിട്ട് ഒരു ഓഡീഷനും നടത്തും. അപ്പോൾ ഒരു വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുന്നു, അവർ ഫൈനലായിട്ട് ഒരു ഓഡീഷൻ നടത്തുന്നു. ആൻഡ് ആ ഓഡീഷന്റെ ബേസിസിലായിരിക്കും ഈ പറയുന്ന ആൾ അവർ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് കോമണർ എൻട്രി ഇതിന് മുന്നേ സീസൺ 7 വരെ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇത്തവണ എങ്ങനെയാണെന്നറിയോ, സീസൺ 8 അഗ്നി പരീക്ഷ എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഓഫ് ടാസ്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ബിഗ് ബോസ് ഹൗസിനകത്തൊക്കെ കണ്ടിട്ടുള്ളത് പോലെ തന്നെ ഒരു ടാസ്കുകൾ പോലത്തെ കുറെ ടാസ്കുകളൊക്കെ ചെയ്ത ആ ടാസ്കുകളിൽ വിജയിക്കുന്ന ആളായിരിക്കും നമ്മുടെ ഈ പറയുന്ന ബിഗ് ബോസിൽ ഇത്തവണ കോമണർ ആയിട്ട് വരുന്നത്. ആൻഡ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഒക്കെ ശരിയാണെങ്കിൽ ഈ പറയുന്ന ടാസ്ക് ഒക്കെ അവരെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ബിഗ് ബോസിന്റെ ഈ ഫസ്റ്റ് എപ്പിസോഡ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു എപ്പിസോഡ് ഒരു പ്രൊമോ പോലെ, അല്ലെങ്കിൽ ആ എപ്പിസോഡിന്റെ കൂടെ തന്നെ ഈ പറയുന്ന അഗ്നി പരീക്ഷയുടെ കാര്യങ്ങളും മറ്റുമൊക്കെ ആയിരിക്കും അവർ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഭയങ്കര കളർഫുൾ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് മാത്രമല്ല, ഈ പറയുന്ന ടാസ്കുകളും കാര്യങ്ങളൊക്കെ വിജയിച്ചു വരുന്ന കോമണർ ആയതുകൊണ്ട് തന്നെ ഇത്തവണത്തെ കോമണർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ, അതായത് ടാസ്കുകളായാലും ബാക്കി ഇപ്പൊ നല്ല രീതിയിൽ സംസാരിക്കാനായാലും എല്ലാ രീതിയിലും അത്യാവശ്യം വളരെ നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു കോമണർ തന്നെ ഇത്തവണ വരുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും യാതൊരു സംശയമില്ല. അപ്പൊ എന്തായാലും ഹൗസിലെ മത്സരങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് നല്ല അടിപൊളിയാവും. അപ്പം അതൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തവണത്തെ ബിഗ് ബോസ് ഹൗസിനകത്ത് നമ്മളിപ്പോൾ പോസിബിൾ ആയിട്ട് വരാൻ സാധ്യതയുള്ള കണ്ടസ്റ്റൻസ് എന്ന് പറയുന്ന ലിസ്റ്റിനകത്ത് ഒരുപാട് കോൺട്രവേഴ്സീസ് അല്ലെങ്കിൽ കോൺട്രവേഴ്സീസിൽ പോയി ചാടി 1-2 ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം കഴിഞ്ഞ സീസൺ എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ 7 എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ മലയാളത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ സക്സസ് സ്റ്റോറി ആയിരുന്നു ബിഗ് ബോസ് സീസൺ 7 എന്ന് പറയുന്നത്. ബിഗ് ബോസിന്റെ 1 മുതൽ 7 വരെയുള്ള സീസണിൽ ഏറ്റവും കൂടുതൽ TRP റേറ്റിംഗ് കിട്ടിയ ഒരു സീസൺ ആയിരുന്നു സീസൺ 7 എന്ന് പറയുന്നത്. ആൻഡ് ഈ TRP റേറ്റിംഗ് കിട്ടിയതിന്റെ കാരണം എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പറയുന്ന മാതിരി എന്നും അടി കോൺട്രവേഴ്സീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വര ഒന്നും അറിയത്തില്ല. നമ്മുടെ ലക്ഷ്മിയുടെ കോൺട്രവേഴ്സി, പിന്നെ ആദില നൂറ ഇഷ്യൂ, പിന്നെ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നമ്മൾ അതിനകത്ത് കണ്ടു. അനീഷ, അനുമോള്, അങ്ങനെ പറഞ്ഞ് എവിടെ നോക്കിയാലും നമ്മുടെ ആര്യൻ, ഗിസേൽ, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള കോൺട്രവേഴ്സീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കോൺട്രവേഴ്സീസ് എല്ലാം ആൾക്കാർ 2 കൈ നീട്ടി സ്വീകരിച്ചു. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ കോൺട്രവേഴ്സീസും കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന TRP റേറ്റിംഗ് പറയുന്നത്. നമ്മളിപ്പോ ഈ പറയുന്ന മാതിരി ഫേസ്ബുക്കിനകത്തും ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ ഒരുപാട് രീതിയിൽ ബിഗ് ബോസിനെ നല്ല രീതിയിൽ ഈ പറയുന്ന മാതിരി ഒരുപാട് പേര് ക്രിട്ടിസൈസ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ ആൾക്കാർ ഒരുപാട് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ആൾക്കാർ വ്യൂവേഴ്സ് ഒരുപാട് കൂടിയിട്ടുണ്ടായിരുന്നു. വിച്ച് മീൻസ് കോൺട്രവേഴ്സി എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു ഷോയ്ക്ക് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ബിഗ് ബോസിന്റെ ക്രിയേറ്റേഴ്സിനും സ്പോൺസേഴ്സിനും എല്ലാവർക്കും അറിയാം, കോൺട്രവേഴ്സീസ് അല്ലെങ്കിൽ ഫൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഒരു ഷോയുടെ ഒരു അടിസ്ഥാനം എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ ഈ പറയുന്ന ഷോയിൽ അതൊരു ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. കാരണം തീർച്ചയായിട്ടും നമ്മൾ കോൺട്രവേഴ്സി എന്ന് പറയുമ്പോഴേക്കും നമുക്കത് നെഗറ്റീവായിട്ട് മാത്രം പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ തവണത്തിൽ ആദില നൂറ ഇഷ്യൂ, അപ്പം ആ ഒരു സംഭവം പൊങ്ങി വന്നപ്പോഴേക്കും ലക്ഷ്മിയുടെ വായിൽ നിന്ന് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ എന്ന് കുറെ ആൾക്കാർ ചിന്തിക്കുന്ന, മോശമാണോ അല്ലേ എന്നുള്ളത് നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ആണ്. അപ്പോൾ ആ രീതിയിൽ ഒരു സ്റ്റേ
സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പറയുന്ന ഒരു സംഭവം വന്നപ്പോഴേക്കും എന്താ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയ മൊത്തം രണ്ട് ചേരിയായിട്ട് അങ്ങ് തിരിഞ്ഞു. അപ്പൊ രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞിട്ട് ഫുൾ ടൈം ഈ പറയുന്ന മാതിരി കുറെ പേര് ആദിലനൂറെ സപ്പോർട്ട് ചെയ്യുന്നു, കുറെ പേര് ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞ ഒരു വഴക്കല്ലെങ്കിൽ ഒരു ഡിബേറ്റിലോട്ട് പോകുന്ന രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോയത്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം പോയപ്പോഴും അവിടെ ഹൈലൈറ്റ് ചെയ്ത ഒരൊറ്റ ആളാണ് നമ്മുടെ ബിഗ് ബോസ് ആണ്. അപ്പൊ ബിഗ് ബോസ് എന്നുള്ള സംഭവം സോഷ്യൽ മീഡിയ മൊത്തം കത്തി നിൽക്കുകയായിരുന്നു. ആ ഒരു വിഷയത്തിന് ശേഷം, ആ ഒരു ഇഷ്യൂവിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 7 എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺട്രവേഴ്സീസ് എന്ന് പറയുന്നത് ഈ ഷോയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് അത് ഈ പറയുന്ന മാതിരി തീർച്ചയായിട്ടും ബിഗ് ബോസ് ഹൗസിനകത്ത് വരുന്നത് എല്ലാവരും ഭയങ്കരമായിട്ടും വളരെയധികം ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ഉള്ള ആൾക്കാരാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിനകത്ത് ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്കും തീർച്ചയായിട്ടും നമ്മുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവും കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മളും സ്വാഭാവികമായിട്ടും രണ്ട് സൈഡിൽ പോകും. നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് ഡിബേറ്റും ഫൈറ്റും കാര്യങ്ങളൊക്കെ നടക്കും. അതൊക്കെ ഈ ഷോയുടെ ഒരു പാർട്ട് മാത്രമാണ്. തീർച്ചയായിട്ടും ഈ ഷോ എന്ന് പറയുന്നത്, ഈ ഷോ വഴി നമുക്ക് സോഷ്യൽ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സൊസൈറ്റിക്ക് കുറെ മെസ്സേജും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു സൊസൈറ്റിയിലോട്ട് ആ ഒരു മെസ്സേജ് എത്തിക്കുന്നത് ആ ഷോയിൽ വന്നിരിക്കുന്ന കണ്ടസ്റ്റൻസ് ആണ്. അപ്പൊ കണ്ടസ്റ്റൻസിന്റെ പെർസ്പെക്റ്റീവ്, കണ്ടസ്റ്റൻസിന്റെ വ്യൂ, അത് സൊസൈറ്റിയിൽ ഒരു മെസ്സേജ് ആയിട്ട് പോകുന്നു. അപ്പൊ തീർച്ചയായിട്ടും സൊസൈറ്റിക്ക് അതിനെതിരെ പ്രതികരിക്കാനും അതിനെ അനുകൂലിക്കാനും ഉള്ള എല്ലാ അവകാശങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മാതിരി കോൺട്രവേഴ്സീസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഷോയുടെ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണെന്ന് ഞാൻ പറയുള്ളൂ. അത് മാത്രമല്ല, കഴിഞ്ഞ സീസണിൽ ഈ പറയുന്ന മാതിരി അത്യാവശ്യം നല്ല ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ പറയുന്ന മാതിരി നമ്മുടെ സീസൺ 6 വരെയൊക്കെ ആണെങ്കിൽ ഒരു ടാസ്കിൽ അവർ മര്യാദയ്ക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ സീസൺ 7 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ടാസ്ക് പോലും അവർ മര്യാദയ്ക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ കണ്ടിട്ടില്ല. എന്നും അടിയും ഏതൊരു ടാസ്ക് കൊടുത്താലും അവരെങ്ങനെ കൊളാക്കണം എന്ന് മാത്രമേ അവർ ചിന്തിച്ചിട്ടുള്ളൂ. അതൊന്നും നല്ലതാണോ തെറ്റാണോ എന്നല്ല ഞാൻ പറയുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ ഗെയിം പ്ലാനും അല്ലെങ്കിൽ അവർ ഗെയിം കളിക്കുന്ന രീതിയായിരിക്കും. ഓഫ്കോഴ്സ് അതൊക്കെ അവരുടെ ചോയ്സ് ആണ്. പക്ഷെ സ്റ്റിൽ ഇറ്റ് വാസ് നൈസ്. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഫൈറ്റ് ചെയ്യുന്നത് നല്ലതാണെന്നല്ല പറയുന്നത്. പക്ഷെ അത് കാണാൻ അത്യാവശ്യം നല്ല എൻഗേജിങ് ആയിരുന്നു. ആൻഡ് വ്യൂവേഴ്സ് ഒരുപാട് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ വ്യൂവേഴ്സ് ഒരുപാട് കാണാൻ ആഗ്രഹിച്ച, ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ സീസണിൽ അവർ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു എക്സ്പെക്ടഡ് ലിസ്റ്റ് ഓഫ് കണ്ടസ്റ്റൻസ്, അതായത് ഈ സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളിലൊക്കെ കറങ്ങി നടക്കുന്ന ഒരു ലിസ്റ്റിനകത്ത് ഭയങ്കര കോൺട്രവേഴ്സി അല്ലെങ്കിൽ അത്യാവശ്യം ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ഇടപെടുന്ന കുറച്ച് ആൾക്കാരുടെ പേരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ രാഹുൽ ഈശ്വർ, ചെകുത്താൻ, പിന്നെ നമ്മുടെ അലിൻ ജോസ് പെരേര, അങ്ങനെ നമ്മള് അത്യാവശ്യം കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉള്ള, ഇഷ്യൂ ഇൻ ദ സെൻസ് മോശമായിട്ടൊന്നല്ല, പക്ഷെ ഈ പറഞ്ഞ മാതിരി അത്യാവശ്യം നല്ല ബോൾഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, അതായത് അവർക്ക് അവരുടെ മനസ്സിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ പുറത്ത് പറയാൻ യാതൊരു മടിയില്ല. അപ്പൊ അങ്ങനത്തെ 1-2 ആൾക്കാരുടെ പേരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കറിയാം കഴിഞ്ഞ തവണ നല്ലൊരു 3-4 സീസണായിട്ട് ഇപ്പം LGBTQ പ്രതിനിധീകരിച്ച ഒരാൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ എതിർക്കുന്ന ഒരാൾ, അതായത് ഒരു ആശയത്തെ അനുകൂലിക്കുന്ന ഒരാൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ എതിർക്കുന്ന ഒരാളെയും കൂടെ അവർ കൊണ്ടുവരാറുണ്ട്. അപ്പം ഇപ്പോൾ നടക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഇപ്പൊ ഏഷ്യനെറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ ചാനൽസും LGBTQ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ മാത്രമല്ല അവർ കാണിക്കുന്നത്. LGBTQ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു, പക്ഷെ തീർച്ചയായിട്ടും ഇപ്പൊ അതിനെ നിങ്ങൾ എതിർക്കുന്നുണ്ടെങ്കിൽ അതിന് ഈ പറയുന്ന ഷോയിൽ നമുക്ക് നിങ്ങളുടെ ആ എതിർക്കുന്നവരുടെ പെർസ്പെക്റ്റീവ് കാണിക്കാൻ ഒരു വഴി അവർ തുറന്നിടുന്നുണ്ട്. അപ്പം ഏതൊരു ടോപ്പിക് എടുത്താലും ഇപ്പൊ LGBTQ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നുള്ളൂ. അപ്പം എന്തൊരു കാര്യം എടുത്താലും അതിനെ അനുകൂലിക്കുന്നവരെയും അതിനെ അനുകൂലിക്കാത്ത ആൾക്കാരെ അവർ കൊണ്ടുവരുന്നുണ്ട്. സോ ഈ 2 ആൾക്കാർ ഈ ഷോയിൽ വരുന്നത് വഴി ചെറിയ ക്ലാഷസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ബിഗ് ബോസിന്റെ ഉദ്ദേശം ഇതാണോ എന്ന് ചോദിച്ച് നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പറയുക എന്ന് മാത്രം എനിക്ക് പറയാൻ പറ്റും. മേ ബി ആയിരിക്കും, പക്ഷെ ഓക്കെ, ഓഫ് കോഴ്സ്. അപ്പൊ എന്തായാലും ഈ പറയുന്ന മാതിരി എല്ലാ കാര്യങ്ങളിലും അനുകൂലിക്കുന്ന ആൾക്കാരും പ്രതികൂലിക്കുന്ന ആൾക്കാരും ഒരുമിച്ച് ഒരേ തട്ട് അല്ലെങ്കിൽ ഒരേ പാളയത്തിൽ വരികയാണ്. സോ ഓഫ് കോഴ്സ് ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ 2 പെർസ്പെക്റ്റീവ് ഉള്ള ആൾക്കാർ വരുമ്പോൾ തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഈ സീസണിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ക്ലാഷും കാര്യങ്ങളുണ്ടാവും. ഈ പറഞ്ഞ മാതിരി കഴിഞ്ഞ സീസൺ ഇത്രയും സക്സസ് ആവാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലക്ഷ്മിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അപ്പൊ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഓഫ്കോഴ്സ് ബിഗ് ബോസ് ട്രൈ ചെയ്യുമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന മാതിരി ഇതെല്ലാം നമ്മൾ ഈ പറയുന്ന മാതിരി ഈ ലക്ഷ്മിയുടെ ഒരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഒരു സീസൺ 7 അത്രയും ഒരു ഹൈപ്പിൽ എത്തിയതും ഈ പറയുന്ന മാതിരി സാധാരണക്കാരൊക്കെ ഇതിനകത്ത് കയറി ഇൻവോൾവ് ആയതും. അപ്പൊ അത് ഒരു രീതിയിൽ അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓഫ്കോഴ്സ് ആ സ്റ്റേറ്റ്മെന്റ് ഹെൽത്തി അല്ലെങ്കിൽ പോലും ആൾക്കാർ ഒരുപാട് പേർക്ക് ഈ പറയുന്ന LGBTQ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയെ കുറച്ചുകൂടെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ അതിലുള്ള എല്ലാവരും അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്ന കുറെ കാര്യങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് അത് ആ ഒരു ആദില നൂറ എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റൻസിനെ കാണുന്നത് വഴി അല്ലെങ്കിൽ അവരെ വാച്ച് ചെയ്യുന്നത് വഴി നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും കുറെ തെറ്റിദ്ധാരണയൊക്കെ മാറാൻ
മാറാനൊക്കെ ഉള്ള ഒരു ചാൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുപോലെ കുറെ നല്ല കാര്യങ്ങളൊക്കെ എല്ലാ സീസണിലും ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും ഒരു ഷോ കണ്ടിട്ട് അതിന് നല്ലത് മാത്രം എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ പറയുന്നത് പോലെ തന്നെ ഇത്തവണത്തെ സീസണിൽ അവരിതൊക്കെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്നതാണ് തോന്നുന്നത്. കാരണം ഈ പറയുന്ന മാതിരി അത്യാവശ്യം നല്ല കോൺട്രവേഴ്സീസിൽ ഇടപെടാൻ കഴിവുള്ള ആൾക്കാരും അല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കാനും നല്ല ബോൾഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറയാനും ഒക്കെ ഉള്ള കഴിവുള്ള കുറെ ആൾക്കാരൊക്കെ അവർ ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. അല്ലെങ്കിൽ എക്സ്പെക്ടഡ് ലിസ്റ്റ് ഓഫ് കണ്ടസ്റ്റൻസിനകത്ത് ഇവരെയൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. സോ ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ തന്നെ ഷോ നല്ല അടിപൊളിയായിരിക്കും. തീർച്ചയായിട്ടും ഷോ കളർഫുൾ ആയിരിക്കും, ഷോ എൻഗേജിംഗ് ആയിരിക്കും, അത്യാവശ്യം അടിയും ചെറിയ കാര്യങ്ങളൊക്കെ കാണും. പിന്നെ കഴിഞ്ഞ സീസണിൽ എനിക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയത് തോന്നിയത് ഈ പറഞ്ഞതുപോലെ ഒരുപാട് അടിയായിപ്പോയി. അപ്പൊ ആൾക്കാർ തമ്മിൽ നല്ല രീതി, ഇപ്പം ആദില നൂറ അനിമോൾ നല്ലൊരു കോംബോ ആയിരുന്നു, അതും നല്ല രീതിയിൽ സെറ്റായിട്ട് വന്നപ്പോഴേക്കും അവർ തമ്മിൽ അടിയായി. പിന്നെ വീണ്ടും എല്ലാവരും 3 സൈഡിലായി. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി. കാരണം അതിന് മുന്നത്തെ സീസണിലൊക്കെ ആണെങ്കിൽ ഭയങ്കര രസമുള്ള ഫ്രണ്ട്ഷിപ്പ് കോംബോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ അഖിൽമാരാരുടെ സീസണിലൊക്കെ ആയിരുന്നെങ്കിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കോംബോ. ഓഫ്കോഴ്സ് അതിനകത്ത് അഖിൽമാരാറെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് അഖിൽമാരാരുടെ ഒക്കെ കുറച്ച് 1-2 പേരുടെ ഫ്രണ്ട്ഷിപ്പും ആ ഒരു കോംബോ, ഇപ്പം മിഥുന്റെയും അഖിൽമാരാരുടെ ഒക്കെ ഫ്രണ്ട്ഷിപ്പും അങ്ങനത്തെ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പക്ഷെ കഴിഞ്ഞ സീസണിൽ അതൊക്കെ ഭയങ്കര കുറവായിരുന്നു. ഉണ്ടായിരുന്നതെല്ലാം ഒരു പാതി വഴിയിൽ വെച്ച് തന്നെ പൊട്ടിപ്പോയി. അപ്പൊ ഇത്തവണത്തെ സീസണിൽ എന്തായാലും നല്ല കുറെ ഫ്രണ്ട്ഷിപ്പും നല്ല കുറച്ച് സ്നേഹമുള്ള കുറച്ച് മൊമെന്റ്സും നല്ല കുറെ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്നും കൂടെ നമുക്ക് പ്രത്യാശിക്കാം. അത്രയും മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ബിഗ് ബോസ് സീസൺ അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിനകത്ത് കയറി പോകുമ്പോഴേക്കും ഇവരുടെയൊക്കെ സ്വഭാവം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഓഫ്കോഴ്സ് നമ്മളിപ്പോൾ ഒരു വീട്ടിനകത്ത് കുറെ ദിവസം ഒരു 100 ദിവസം കിടക്കുക എന്നൊക്കെ പറയുമ്പോഴേക്കും 100 ദിവസം നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസിൽ നിന്ന് മാറിയിട്ട് മറ്റൊരു സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കുറച്ച് കാര്യങ്ങളും ഒക്കെ നമുക്ക് മാറും. തീർച്ചയായിട്ടും നമ്മുടെ സൈഡിലുള്ള നെഗറ്റീവും പോസിറ്റീവും, അപ്പൊ എല്ലാ മനുഷ്യർക്കും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. അപ്പം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ അതിന്റെ പുറത്ത് വരും. അതൊന്നും തെറ്റാണ് ശരിയാണെന്നല്ല പറയുന്നത്. കാരണം എല്ലാവർക്കും ഈ നല്ലതും ചീത്തയായിട്ടുള്ള എല്ലാ കാര്യങ്ങളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും കുറച്ച് അടിയും വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും നല്ല കാര്യങ്ങളും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നല്ല സ്നേഹത്തിലിരിക്കുന്ന കുറെ ഹൗസ് മെമ്പേഴ്സും നല്ല സ്നേഹത്തിലുള്ള മൊമെന്റ്സും ഫ്രണ്ട്ഷിപ്പ്, ലവ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. സോ ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പൊ ബിഗ് ബോസ് സീസൺ ഇതാ എത്തിക്കഴിഞ്ഞ് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് തന്നെ സംഭവം ലോഞ്ച് ചെയ്യും. അപ്പൊ നിങ്ങൾ എല്ലാവരും ബിഗ് ബോസ് കാണണം. ഈ വീഡിയോയുടെ അണ്ടറിൽ ഒന്ന് കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് അത്രയുള്ളൂ. ബാക്കി നമുക്ക് ബിഗ് ബോസ് ഹൗസ് അല്ലെങ്കിൽ ബിഗ് ബോസ് തുടങ്ങിയ ശേഷം കാണാം. ബിഗ് ബോസ് തുടങ്ങിയ ശേഷം എല്ലാ എപ്പിസോഡിന്റെ റിവ്യൂയും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇന്നത്തേക്ക് അത്രയുള്ളൂ. സൈനിങ് ഓഫ്, അജിത്ത്.